അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കളെ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവെ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവെ, അതുപോലെ തന്നെ
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ട്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിൽ കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു. ഈശോയെ, കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജൻറ്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വത്സരം പുതിയ സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ദൈവം സ്ഥാപിച്ച മഹത്വത്തിൻ്റെ വാതിലുകളാണ്. ഓരോ ദിവസവും ഞാനെപ്പോഴും പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത്, ചില സുവിശേഷ പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. അതായത് വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഈ വചനം മാംസമായാണ് വസിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം, റബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ അതിന് ഈശോയുടെ ക്ഷണം വന്ന് കാണുക. പക്ഷേ രസം എന്ന് പറയുന്നത്, ആദ്യം വചനത്തിൻ്റെ ഇവിടെ വസിച്ചതാരാ? ഇസ് ഇറ്റ് ദ അപ്പോസ്റ്റൽസ്? നെവർ നോട്ട്. അല്ലല്ല, അമ്മയാണ് വചനത്തിൻ്റെ കൂടെ ആദ്യം വസിച്ചത്. അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത്. അമ്മയാണ് വചനത്തോട് സംസാരിച്ചത്. കുഞ്ഞും പറയാൻ തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ്. അപ്പം ഈ വചനത്തിൻ്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. വചനത്തിൻ്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ട് മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവാണ്. ഇന്നലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളായിരുന്നു. മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്നാദ്യം തിരിച്ചറിഞ്ഞത് എലിസബത്താണെന്ന് നമ്മൾ പറയും. പക്ഷേ ലോകത്തോട് അത് പറഞ്ഞത്, മറിയത്തെ ചൂണ്ടിക്കാണിച്ചത്, യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാപക യോഹന്നാനാണെങ്കിൽ
മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ടാണ്. സ്നാപകയോഹന്നാൻ്റെ അമ്മയിലൂടെയാണ്. സ്നാപകയോഹന്നാൻ്റെ അമ്മ, സ്നാപകയോഹന്നാനാണ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാപകയോഹന്നാൻ്റെ അമ്മയാണ്. എലിസബത്താണ് പറയണത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത. അത് തന്നെയാണ് സ്നാപകയോഹന്നാനും പറയണത്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല. ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തൻ്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത്. ഈ കൂടെ താമസിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുന്നത് വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ്. എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിന് മുമ്പിലുള്ള ഈ അയോഗ്യത, കർത്താവേ, അത് റോമൻ പൊണ്ടിഫാണ്. റോമൻ പൊണ്ടിഫല്ലേ, റോമൻ പടയാളിയാണ്, സൈന്യാധിപനാണ് അത് മനസ്സിലാക്കിയത്. ജീസസ്, ഐ ആം നോട്ട് വർത്തി ടു റിസീവ് യു ഇൻ മൈ ഹോം. അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചിലിൻ്റെയും ആദ്യ പടി ആണ് നീ അനുതപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയണത്. വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിൻ്റെ സാധ്യതയുണ്ട്. നീ വചനം വായിക്കാൻ നേരത്തും വചനം ജീവിക്കാൻ നേരത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെക്കാളുപരി അനുതാപമാണ്. അനുതപിക്കുക, വിശ്വസിക്കുക എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ്. അനുതാപമില്ലാത്ത വിശ്വാസത്തെ, വചനത്തെ കണ്ടെത്താൻ അപര്യാപ്തമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനും എന്താ? അനുതപിക്കുക. അമ്മ മാതാവിനും തിരുക്കുമാരനും ആദ്യം തന്നെ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് എബിൻ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുറിച്ചി സെൻറ്റ് ജോസഫ് ഇടവകമാണ്. ഞാൻ 2024 മാർച്ച് 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പള്ളിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. കുർബാനയിൽ എല്ലായിടത്തും പങ്കെടുക്കുന്നു, സംഘടനയിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നു, വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനകളെല്ലാം നന്നായിട്ട് പങ്കെടുത്ത് പോകുന്നൊരു വ്യക്തിയായിരുന്നതിൽ തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാനിങ്ങനെ വലിയ ആവശ്യകതയെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ UAE വിസിറ്റിന് പോകണം, ഒരു ജോലി അവിടെ കണ്ടെത്തണമെന്നൊക്കെ തീരുമാനിച്ച് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൻറ്റി മുഖേനയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനിടയായത്. ആ ആൻറ്റിയാണ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വേണ്ടി പ്രചോദനമായത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുന്നു, സന്ധ്യാപ്രാർത്ഥനകൾ ചൊല്ലുന്നു, അതേപോലെ തന്നെ കുമ്പസരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ UAE പോയാൽ എനിക്ക് ജോലി കിട്ടും, അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെ ഞാൻ UAE അവിടെ ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് തുടങ്ങി. 1 മാസമായിട്ടും ഒരിടത്തു നിന്ന് എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ ആകപ്പാടെ പയ്യെ ഡൗണായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി റെഡിയായി. ഞാൻ അവിടെ കയറുന്നു. അപ്പം ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അത് റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം UAE ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യാൻ കയറിയത്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര വർക്ക് പ്രഷറായിട്ട് വരുന്നു, എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. ഞാനപ്പോൾ അങ്ങനെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ എനിക്കൊട്ടും പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് വേണ്ടി, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ എനിക്ക് വർക്ക് പ്രഷർ വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1 മാസമാകുന്നു. അപ്പോൾ ഒരു വിസയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. അമ്മ എൻ്റെ വിസയൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആകുമല്ലോ. അപ്പം എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് എനിക്ക് തരിക, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയും ഇവിടുന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറ്റിവിടുക എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു. ഇതേപോലെ തന്നെ വർക്ക് പ്രഷറാവുന്നു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്നെ HR വിളിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, താങ്കളുടെ ജോലി നഷ്ടമായി, താങ്കൾക്ക് ഇവിടെ നമ്മുടെ രീതിയിലുള്ള നിൽക്കാനായിട്ട് വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ട് താങ്കൾക്ക് നാളെ മുതൽ വരണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് ഡൗണായി. ആകപ്പാടെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പം UAE എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം
എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ, അമ്മ എനിക്കിത് പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് എങ്ങനെയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ തന്നെയാണ് ഈ ജോലി എന്നിൽ നിന്ന് കളഞ്ഞതെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം വീണ്ടും എനിക്ക് പ്രതീക്ഷയായി, നല്ലൊരു ജോലി എനിക്ക് കിട്ടാനായിട്ട് വേണ്ടിയാണ് അമ്മ ഇത് കളഞ്ഞതെന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നു. ഞാനിങ്ങനെ ജോലികൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നു. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പഠിച്ചിട്ട് പോകുന്നു, പ്രിപ്പയർ ചെയ്തെല്ലാം പോകുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിനൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ ആകപ്പാടെ ഇതാവുന്നു. ചിലയിടത്ത് ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചെടുത്ത് പോലും നിസ്സാര കാര്യത്തിന് അത് റിജക്റ്റായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ 6 മാസത്തോളം ഞാൻ UAE നിന്നു. അവിടുന്ന് എനിക്ക് ജോലിയൊന്നും ആവുന്നില്ല. ഞാൻ ആകപ്പാടെ ഡൗണായി. അപ്പം ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോഴും ആ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇവിടുന്നെങ്കിലും എനിക്കൊരു കോൾ വരും, എനിക്ക് അവിടെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. പക്ഷെ ഒന്നും ആയില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങുന്നൊരു സമയത്ത് ഞാൻ ആകപ്പാട് ഡൗണായിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന ഫ്ലൈറ്റിലായാലും അല്ലാതെ ആൾക്കാരായാലും ജോലി സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഞാനൊന്നുമല്ലാതെ ഒരു വട്ടപൂജയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതേപോലെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ UAE കൊണ്ടുപോയത് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നു. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിലേക്ക് മാത്രമായിട്ട് അങ്ങ് മാറി തുടങ്ങി. അത് പിന്നെ എനിക്ക് വിഷമം കൂടി, ഭയങ്കരമായിട്ട് വാശിയായി. ഞാനപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ കൃപാസനത്തിൽ പോകത്തില്ല, ഞാൻ ഇനി കൊന്ത ചൊല്ലത്തില്ല, ഒരു പ്രാർത്ഥനയും ചൊല്ലത്തില്ല, ഇനിയും ഞാൻ ഒരു രീതിയിലും പള്ളിയായിട്ട് എടുക്കത്തില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാതെ നിന്ന് ഒഴിയാൻ തുടങ്ങി. അപ്പം സന്ധ്യാപ്രാർത്ഥന തുടങ്ങി, അച്ചാച്ചനും അമ്മയും വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് സന്ധ്യാപ്രാർത്ഥന ഇല്ലെന്നിടത്ത് എഴുന്നേറ്റ് പോയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അങ്ങനെ ഒരു 3-4 ദിവസം കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്നെ സ്വപ്നം കാണുകയാണ്. ഞാൻ ഒരു അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അപ്പം എൻ്റെ 2 കൈകളും ഞാൻ തുറന്ന് പിടിച്ചിരിക്കുന്നു. അൾത്താരയിൽ ഒരു കുരിശ് ഞാൻ ഇരിക്കുന്ന കാണുന്നുണ്ട്. ആ കുരിശ് എൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, നാളെ നീ കൃപാസനത്തിൽ പോകണം, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് തന്നെ പറയാൻ തുടങ്ങി. അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, കൃപാസനത്തിൽ വന്നു, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് അന്നത്തെ ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം അതുവരെ ഇനി എന്തെന്നുള്ളത് എനിക്ക് അറിയാൻ മേലാതിരുന്ന ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിന് ഭയങ്കര സമാധാനത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞാനിവിടെ വരാൻ തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് കുർബാനയിൽ പങ്കെടുക്കും, ധ്യാനം കൂടും, എന്നിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പം അതുകൂടാതെ തന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ തുടങ്ങി. ചങ്ങനാശ്ശേരിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനായിട്ട് വേണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ അന്ന് വരെ എനിക്ക് അങ്ങനെ പോകാൻ മടിയായിരുന്നു. പത്രം കിട്ടിയാലും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. പത്രം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ മാത്രം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി അച്ചാച്ചനായിരുന്നു എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ പുറത്തേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലുകളിൽ പോകാൻ തുടങ്ങി, രോഗികളെ കാണാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ കുറച്ചെടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗിൽ ഇവിടുത്തെ പത്രം എടുത്തുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഒരു ദിവസം എനിക്ക് അച്ഛനെ കാണാനായിട്ട് വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുന്നത്. ഞാനങ്ങനെ ഇവിടെ വരുന്നു. അന്ന് അച്ഛനെ കാണാനായിട്ട് വേണ്ടി ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ നിന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട കാര്യം എന്താണോ അതെൻ്റെ മുമ്പിൽ റിയലൈസ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വരുന്നു, അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, 2 കൈ ഞാൻ തുറന്ന് പിടിച്ചിരിക്കുന്നു. എൻ്റെ കൈ നിന്നായിട്ട് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അൾത്താരയിൽ ഞാൻ അന്ന് കണ്ട ആ കുരിശ് എൻ്റെ മുമ്പിൽ ഇപ്പം നേരിട്ട് നിൽക്കുകയാണ്. ആ കുരിശ് അച്ഛൻ എൻ്റെ കൈ കൊണ്ട് വെച്ച് തരുന്ന കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ അറിയാതെ തന്നെ ഞാൻ എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിറച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അന്ന് അച്ഛൻ എന്നെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, കാശുരൂപം തന്നു. ഞാനങ്ങനെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞില്ല, UAE നിന്ന് എന്നെ വീണ്ടും കോൾ ചെയ്തു. എനിക്ക് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി, നല്ലൊരു പൊസിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ തന്ന അനുഗ്രഹത്തിന് അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി ഞാൻ അർപ്പിച്ചോളും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ രോഗികളെ കാണാൻ വിസിറ്റ് ചെയ്യാൻ പോവുകയും
അവർക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും അവർക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ പ്രേക്ഷിത പ്രവർത്തനമായി പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും നടന്ന് കൊടുക്കാൻ തുടങ്ങി. ആത്മീയ ജീവിതം ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളുന്നു, കുമ്പസരിക്കുന്നുണ്ട്, എന്നും ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിപ്പോൾ UAE-യിലാണെങ്കിലും വർക്കിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ. അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെതായിട്ടുള്ള സമയങ്ങളെല്ലാം ഞാനിപ്പോഴും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും പാട്ടൊക്കെ ഞാൻ സ്വയമേ പാടി അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ സമയങ്ങൾ നീക്കാറ്. ഇനിയും ഞാൻ ഉടമ്പടി തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി വീണ്ടും ഉടമ്പടി തന്നെ ആയിരിക്കാനും വിശുദ്ധിയിലും മുമ്പോട്ട് പോകാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാനും ഈ അൾത്താരയിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾക്കും ഇവിടെ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാനായിട്ടും ഞങ്ങളെ ഇടയാക്കിയ ഈശോയ്ക്കും ഞങ്ങളുടെ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് ശില്പ, ഇതെൻ്റെ ഹസ്ബൻഡ് രാജീവ്. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിൽ സെൻറ്റ് മേരീസ് മുണ്ടക്കയം ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 1-ാം തീയതിയാണ്. അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും ഭൗതികമായ കുറച്ച് ആവശ്യങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വരുന്നത്. അതും എൻ്റെ അമ്മ അതിനു മുന്നേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ല. അതായത് ഞാൻ ഒരു മാതാവിൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാത്ത ഒരു സഭാ സമൂഹത്തിൽ നിന്നാണ് കല്യാണം കഴിച്ച് കാത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്കങ്ങനെ ഒരു അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് അപ്പം എന്നോട് കൊന്ത കഴുത്തിലിടണമെന്നും ജപമാല ചൊല്ലണമെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാനതൊന്നും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്താണ് മാതാവ്, അല്ലെങ്കിൽ മാതാവിലൂടെ നമ്മൾ മാധ്യസ്ഥം വഴി ഈശോയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ലഭിച്ചാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അത് എൻ്റെ നേട്ടമല്ല, എനിക്ക് അമ്മ മാതാവ് ഞങ്ങളെ അതിലേക്ക് നയിച്ചതാണ്. ആദ്യം തന്നെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് 7 വർഷത്തോളമായിട്ട് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ മുതലേ ഉണ്ടായിരുന്നായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റോളം ദേഹത്തൊക്കെ ചൊറിയും, നല്ലപോലെ ചൊറിയുകയും, പക്ഷേ ഒരു ചുമന്ന പാടുകളോ അല്ലെങ്കിൽ മറ്റു റാഷസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം ചൊറിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ വളരെ ദേഷ്യം വരുമായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനൊരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനിത് നിയോഗമായിട്ട് വെച്ചു. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ പുരട്ടുകയും കുളിക്കുന്ന വെള്ളത്തിൽ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. പിന്നീട് ഞങ്ങളുടെ ചില ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് അത് മറന്നുപോയി ഞങ്ങൾ ഈ ഒരു കാര്യം. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് മാറി എന്നുള്ളത്. അതായത് 7 വർഷത്തോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അലർജി രോഗത്തെയാണ് അമ്മ മാതാവ് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞത്. ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ തന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സോപ്പ് മാറ്റുകയും അങ്ങനെ ഒരുപാട് ചെയ്ത് നോക്കി. പക്ഷേ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു പ്രശ്നം അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അമ്മ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന, ഈശോ വഴി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്ന ഇതാണ്. അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഭർത്താവിന് കൊടുക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നെന്ന് ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ അലർജി രോഗം മാറിയതിനെ തുടർന്നാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമേ വൈഫ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് വെറുതെ മാറി നിന്നതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിൽ ചെന്നപ്പോഴേ വൈഫിനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യുക, ഇതൊന്നും എന്നെ നിർബന്ധിക്കരുത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന കാര്യം. അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയതിനെ തുടർന്ന് ഞാനും ഉടമ്പടിയിലേക്ക് വന്നു. അപ്പോഴും ഉടമ്പടിയിലേക്ക് വന്നു ജസ്റ്റ് ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞങ്ങൾ ഭൗതികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് വളരെ നല്ല വിശ്വാസമുള്ള ആളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ പഠിത്തവും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ആയതിനു ശേഷം ഞാൻ ആ വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരുന്നു. എങ്കിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ സമയത്ത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഞാനൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനറാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി കുറച്ച് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി. പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു വരാൻ തുടങ്ങി. സാലറി പയ്യെ ഡിലേ ആകാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു സാരമില്ല, 1 മാസത്തെ കാര്യം അല്ലെങ്കിൽ 2 മാസത്തെ കാര്യം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇനി ട്രൈ ചെയ്യാം. അപ്പം പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ 2012 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കമ്പനിയിലെല്ലാം ഞാൻ ഈ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾസ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പോരാ, എല്ലാവരും അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, എല്ലാവരും ഇപ്പോൾ ഫൈനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പാളിനോട് ചോദിക്കാം, ഞാൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഞാനൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി ചെയ്തിരിക്കുന്നത്, കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യമേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ പോർട്ടലിൽ നിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഉണ്ട് എന്നുള്ളതിന് നീ എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ, അല്ലാന്നുണ്ടെങ്കിൽ നീ അതിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മെയിൽ ചെയ്യ്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പാൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പോർട്ടലിൽ പോയിട്ട് നിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ നിൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആ പോർട്ടലിൽ ഞാൻ ഡിഗ്രി ചെയ്തതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, ഈ സിറ്റുവേഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ പറ്റില്ല, നീ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു. യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെന്നോട് ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഈ 13 വർഷം നീ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ചോദിച്ചത്. 13 വർഷമായിട്ട് നീ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിച്ചു. എനിക്കതിനൊരു ഉത്തരവില്ലായിരുന്നു. കാരണം ആദ്യത്തെ ജോലിക്കൊക്കെ കയറിയ സമയത്തൊക്കെ ഞാൻ വളരെ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ആ ഒരു ഫ്ലോയിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, എങ്ങനെ എൻ്റെ പോർട്ടലിൽ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്, എനിക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മെയിൽ അയച്ചതും അവരെനിക്ക് റിപ്ലൈ ചെയ്തു. ആ റിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല, നീ നിൻ്റെ കോളേജിൽ കോൺടാക്ട് ചെയ്യുക, പ്രിൻസിപ്പാളിനോട് പറയുക, അവരെന്തെങ്കിലും ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളും പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്, സർട്ടിഫിക്കറ്റ് തരേണ്ടതെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ നിയോഗം ഇതിൽ വെച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയോഗം വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യമേ അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്രെഡിൻ്റെ സമയത്തും അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തും ഒക്കെ ഞങ്ങൾ അമ്മയോട് പറയുമായിരുന്നു. ഞങ്ങൾ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഞങ്ങൾ അമ്മയോട് ഈശോയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ഫോർമാറ്റ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അമ്മ മാതാവാണല്ലോ, ഈശോ ആണല്ലോ. അപ്പം നമ്മൾ സംസാരിച്ചാൽ മതി, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കപ്പോൾ മനസ്സിൽ തോന്നുകയാണ്, നീ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ 2 പോർട്ടൽ കാണുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പോർട്ടലാണ്, മറ്റേത് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി, എൻ്റെ ഒരു ഇൻഫർമേഷൻ അവിടെ ഇല്ല, എനിക്ക് ലോഗിൻ ചെയ്യാനേ പറ്റുന്നില്ല, എൻ്റെ ക്രെഡൻഷ്യൽസ് ഒന്നും കറക്റ്റ് അല്ല, വാലിഡ് അല്ല. അപ്പോൾ ഞാൻ പോയിട്ട് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഇൻഫർമേഷനും, ഞാൻ ഡിഗ്രി ചെയ്ത വർഷം, എൻ്റെ പേര്, എൻ്റെ ബയോഡേറ്റ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇനി ഞാൻ പ്രിൻസിപ്പാളിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. പ്രിൻസിപ്പാളാണല്ലോ പറഞ്ഞു, അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാറിന് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും, സാർ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കിയോണ്ടായിരിക്കും കാണാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളല്ലേ, ഞാൻ സ്റ്റുഡൻസ് പോർട്ടലിലല്ല കയറി നോക്കി, എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ നിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചതാണെന്ന് 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. ആ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് അടങ്ങിയ ആ വെബ്സൈറ്റിൻ്റെ എൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തും ജോലിയൊന്നും കിട്ടിയില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഈശോയുടെ അടുത്ത് എന്നിട്ട് ഞങ്ങൾക്ക് ഇത് തരണേ, അത് തരണേ, ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നടത്തി തരണേ, ആ രീതിയിൽ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈശോ നമ്മുടെ അപ്പനാണല്ലോ. അപ്പനോട് പറഞ്ഞാൽ അപ്പൻ നമ്മുടെ കാര്യങ്ങൾ അറിയാത്തൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ പറയും,
പക്ഷേ ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ചിട്ട് അത് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഞങ്ങൾ മാറ്റി. അമ്മ മാതാവാണ് ഞങ്ങളെ കൈ പിടിച്ച് ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ അങ്ങോട്ട് പോയാൽ മതി, വേറെ ഇനി ഒന്നും ചിന്തിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടിയിൽ കൂടുതൽ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ചിന്തിച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞങ്ങൾ ഈ പള്ളിയിൽ കൊണ്ട് ആദ്യം പത്രം കൊടുക്കുന്നതൊക്കെ പള്ളിയിലായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പള്ളിയിലാകുമ്പോൾ അവരെന്തായാലും വാങ്ങിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ പത്രം കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു, ഞങ്ങൾ ടൗണുകളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ഞങ്ങളുടെ ടൗണിൽ തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കൊടുത്തെടുത്ത് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കാതെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തടുത്ത ടൗണുകളിലേക്ക് അടുത്തടുത്ത ജില്ലകളിലേക്കൊക്കെ പോയിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂകളെല്ലാം തന്നെ ഏകദേശം ഫൈനൽ റൗണ്ട് വരെയൊക്കെ വരും. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു 2 മാസത്തെ സമയം ആവശ്യമുള്ളൂ. ആ 2 മാസം കൊണ്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ഒരു ജോലിക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഇൻ്റർവ്യൂ ആയി, 2 ഇൻ്റർവ്യൂ ആയി, 3 ഇൻ്റർവ്യൂ ആയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ക്വാളിഫിക്കേഷനൊന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടും അവസാനം വരുമ്പോൾ അവരെന്നെ സെലക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പറയും നിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സുമായിട്ട് അത്രയും മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് സോറി വേറെ അടുത്തൊരു തവണ നോക്കാം എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. പതിയെ ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പേടി, ആ ഭയമൊക്കെ അങ്ങ് മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായിട്ടെല്ലാം പാലിക്കുന്നുണ്ടോ, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ അസസ് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ചെക്ക് ലിസ്റ്റിൽ ഞങ്ങളൊരു 12 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, അപ്പോൾ ഞങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പല ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ചെക്ക് പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ പെർഫോമൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങൾ ഈ പോയിൻറ്റ്സ് എല്ലാം കൂട്ടി ഓരോ ആഴ്ചയിലും ഞങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. എക്സ് ആക്സിസിൽ ഞങ്ങൾ വീക്ക്, വൈ ആക്സിസിൽ ഞങ്ങളുടെ കിട്ടുന്ന പോയിൻറ്റ്സ് അങ്ങനെ ഇട്ടിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഓരോ ആഴ്ചയിലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയാണ് നന്നായി പോകുന്നുണ്ടോ, ബെറ്ററായിട്ട് പോകുന്നുണ്ടോ, എവിടെയാണ് ഞങ്ങൾക്ക് വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ നോക്കി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മുമ്പോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ആദ്യത്തെ 2 റൗണ്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ഇൻ്റർവ്യൂ അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് ആണ് ഇൻ്റർവ്യൂ ആദ്യം എടുത്തത്, നീ സെലക്ട് ആയിട്ടുണ്ട്, പക്ഷേ നിനക്ക് ബാംഗ്ലൂർ ലൊക്കേഷനിൽ തരാൻ പറ്റില്ല, ഹൈദരാബാദ് ലൊക്കേഷനിൽ വേണമെങ്കിൽ നിന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ എൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ബാംഗ്ലൂർ ലൊക്കേഷൻ എന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ തന്നെ വരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു, അവർ പോയി. അതിനുശേഷം അവർ പറഞ്ഞു, പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു, ഓക്കെ ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് നിനക്ക് തരാം, പക്ഷേ നീ ഇപ്പോൾ ചെയ്ത എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സുകളും ഒന്നും കൂടി പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 2 റൗണ്ട് ഉണ്ടായിരുന്നു. ആ 2 റൗണ്ട് ഞാൻ പിന്നെയും ചെയ്യുകയാണ് ചെയ്തത്. ആ 2 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ 3 പാട്ടുള്ളൊരു അസസ്മെൻ്റ് ആയിരുന്നു ആദ്യം എനിക്ക് തന്നിരുന്നത്. അപ്പോൾ ഈ 3 പാട്ടിൽ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു 1 വീക്ക് എടുക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 1 വീക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ പ്രോസസ്സ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ HR-നോട് ചോദിച്ചു, ഇതിനി ഞാൻ പിന്നെയും ഈ ഒരാഴ്ച എടുത്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ HR പറഞ്ഞു, സെയിം സബ്ജക്റ്റിലാണ് നിനക്ക് തന്നിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട, വേറെ സബ്ജക്റ്റിലാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പിന്നെയും അസസ്മെൻ്റ് എല്ലാം വായിച്ചു നോക്കി എനിക്ക് മനസ്സിലായി വേറൊരു സബ്ജക്റ്റിലാണ് എനിക്കത് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ HR-നെ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു, ഇത് വേറെ സബ്ജക്റ്റിലാണ്, പക്ഷേ ഞാൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണല്ലോ, അപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിളിച്ചു നോക്കി HR-നെ, അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫ് ഫോൺ കട്ട് ചെയ്തതല്ലേ, അപ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇതെന്നുണ്ടെങ്കിൽ ആ ബി പാട്ടെന്ന് പറയുന്ന പാട്ട്, അസസ്മെൻറ്റിൽ ഒരു പാട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട, ഉള്ള 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുക, അവർ നമ്മളെ അതില്ലാതെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു, ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. അതിനുശേഷം അവർ ആ ബി പാട്ട് ചെയ്യാതെ തന്നെ എന്നെ ആ ഫസ്റ്റ് 2 പാട്ടുകൾ ABC എന്നുള്ളതിൽ Aയും Dയും Cയും പാട്ടുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മെഴുകുതിരിയിൽ പെട്ടെന്ന് ഇങ്ങനെ ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നി. ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞങ്ങൾ ആ ലിക്വിഡിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷേ കാര്യമാക്കിയില്ല. അപ്പോഴത്തേക്കും അതിൽ പതിയെ ഒരു നമ്പർ തെളിഞ്ഞു വന്നു. ഞാനത് കാണിക്കാം. 24 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്.
അപ്പോൾ എനിക്ക് നവംബർ 29 ഈ ഡേറ്റ് കിട്ടുന്നത്. ഈ നമ്പർ കിട്ടുന്നത് നവംബർ 29 അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നമ്മൾ വെച്ചിരിക്കുന്ന ഏത് നിയോഗത്തിലാണ്, ഇനി ജോലിയുടെ കാര്യമാണോ അതോ മറ്റേതെങ്കിലും നിയോഗത്തിലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയതാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് അമ്മയുടെ കൂടെ ഈശോയുടെ കൂടെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നാളങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. നവംബർ 29 അപ്പോഴും ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് നവംബർ 29 ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, ഓഫർ കിട്ടാനാണെങ്കിൽ ഇപ്പോൾ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി 24 എന്നൊരു ഡേറ്റാണ് നമ്മൾ കാണിച്ചു തരുന്നതെങ്കിൽ 24 ദിവസമുണ്ട്. 24 ദിവസം കഴിഞ്ഞെന്നാൽ എന്തായാലും ഓഫർ വരാനുള്ള സാധ്യതയില്ല. കാരണം പ്രോസസ്സ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുന്നതാണ് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശരി, അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലും ഞങ്ങളെ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസംബർ 23 ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ആ കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ ഞങ്ങൾ ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ റിലീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ആ നമ്പർ ഒന്ന് വെച്ച് ഞങ്ങൾ നോക്കി. ആ അമ്മ കാണിച്ചു തന്ന 24 എന്നുള്ള നമ്പറിൽ ആ 29 ഡേറ്റ് മുതൽ 24 ദിവസമാണ് ഞങ്ങൾക്ക് ആ കൺഫർമേഷൻ മെയിൽ വന്നിരിക്കുന്നത്. ശരി, അതായിരിക്കും ഞങ്ങളുടെ സാക്ഷ്യം, അല്ലെങ്കിൽ അതാണ് കിട്ടിയതെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഡിസംബർ 24 അപ്പോൾ ഇനി ഡിസംബർ 24 എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പത്രം കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങൾ വിട്ടു. അന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകണം, ഇതുവരെ ഞങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ള പത്രങ്ങളെല്ലാം ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓരോ ആൾക്കാരോടും സംസാരിച്ച് സമയം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് പത്രം കൊടുക്കാൻ പറ്റുള്ളെങ്കിലും അന്ന് അവിടെ കൊണ്ട് നിർത്തി അടുത്ത ദിവസം പിന്നെയും പോയി ബാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്ത് തിരിച്ചു വന്നു. അന്ന് 6 മണിയായി, ഒന്നും സംഭവിക്കുന്നില്ല. 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, പള്ളിയിൽ പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുങ്ങി. 7 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു. ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കിയപ്പോൾ അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ തിരിയിൽ ഞങ്ങൾ കണ്ട 24 എന്ന് പറയുന്ന നമ്പർ 24-ാമത്തെ തീയതി ഡിസംബർ 24 ഓഫർ നൽകി പരിശുദ്ധമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നൊരു ക്രിസ്മസ്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ സാലറി ഒന്നും കിട്ടാതെ, ഞങ്ങൾക്ക് കുറേ സാലറികൾ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വല്ലപ്പോഴും ഒരു സാലറി കിട്ടും എന്നല്ലാതെ കൃത്യമായി സാലറി വരുന്നില്ല. വളരെ കഷ്ടപ്പാടിലായിരുന്നു. എത്ര ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താലും ക്ലിയർ ആവുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അപ്പോഴും ഉടമ്പടി ജീവിതത്തിലായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളതിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പരിശുദ്ധമ്മ മാതാവ് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങളാണിത്. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും വന്ന് കൃത്യമായിട്ട് കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഞങ്ങൾ അടുത്തുള്ള ടൗണുകളിൽ, വേറെ പുതിയ ടൗണുകളിൽ, അടുത്തുള്ള ജില്ലകളിൽ എല്ലാം പോയി, അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളത് കാര്യമാക്കാറില്ല. അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. ചിലർ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധമ്മ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ആരുമില്ലാത്ത വൃദ്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം, സ്നേഹാലയങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയും അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആഹാരം കഴിക്കാനില്ലാതെ തെരുവുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെയല്ല ഞങ്ങളിപ്പോൾ വാല്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കിട്ടിയ നിധി എന്ന് പറയുന്ന ഈശോയെ തന്നെയാണ്, പരിശുദ്ധമ്മ മാതാവിനെ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ പുറകെ തന്നെ പോകും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതും തീരുമാനം എടുത്തിരിക്കുന്നതും. ഈ അൾത്താരയിൽ വന്ന് ഇനിയും സാക്ഷ്യം പറയാൻ ഞങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അനുവദിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എൻ്റെ 7ാമത്തെ സാക്ഷ്യമാണ് നമ്മുടെ അൾത്താരയിൽ. എൻ്റെ പേര് ഡോക്ടർ ശീതൽ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി സിൽവർ ഗ്രേ ആണ് എനിക്കിപ്പോൾ ഉള്ളത്. 19 പ്രാവശ്യം എനിക്ക് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവം അനുവദിച്ചു.
അത് എൻ്റെ യോഗ്യതയാലൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ദയ കൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമായൊരു കഥ. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞുമക്കളെ നോക്കാൻ എന്നെ സഹായിക്കാൻ വന്നൊരു കുഞ്ഞ്, അവളെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് അയച്ചു. ആ കുഞ്ഞാണ് സരള എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി. അവൾ കല്യാണം കഴിച്ച് തമിഴ്നാട്ടിലുള്ള കൊച്ചാണ്. അവൾ പോയി തമിഴ്നാട്ടിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട്സ് ഒന്നുമില്ല, പണ്ടൊന്നും മൊബൈൽ ഫോൺസ് ഒന്നുമില്ല, അപ്പം നമ്പറുകളൊന്നുമില്ല. അവളുടെ കല്യാണവും കുഞ്ഞുമക്കളുമായിട്ട് അവിടെ ജീവിച്ചു. പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷം അവൾ എൻ്റെ നമ്പർ കിട്ടുകയും അവൾ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അതൊരു മിറാക്കിളാണ്. 13 വർഷം കഴിഞ്ഞ് ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. അതിൽ യാതൊരു അത്ഭുതം അല്ലാതെ വേറെ ഒന്നുമില്ല. പരിശുദ്ധ അമ്മ അവളെ തിരിച്ച് വിളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വലിയ സത്യം. അവൾ വന്നു, അവൾ എന്നോട് പറഞ്ഞു അവളുടെ മകന് വയ്യാതെ ഇരിക്കുമായിരുന്നു, യൂറിനറി ബ്ലാഡർ സിസ്റ്റ് ആയിരുന്നു. അത് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു മാസം ചേച്ചിയുടെ അടുത്ത് വന്നൊന്ന് നിൽക്കണം. അവളുടെ ബുദ്ധിമുട്ടുകളോ അവളുടെ പ്രശ്നങ്ങളോ ഒന്നും എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും 13 വർഷം കഴിഞ്ഞൊരു കുഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മുടെ കൂടെ വരിക, നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാനെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. കാരണം എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ മരിച്ചു പോയിരുന്നു. മമ്മിയുടെ ഒപ്പമായിരുന്നു അതിനുശേഷം അവൾ നിന്നിരുന്നത്. അമ്മ മരിച്ചു പോയപ്പോഴും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ബിക്കോസ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല, ന്യൂസ് അവിടെ അവർക്ക് എത്തിപ്പെടാനോ അറിയാനോ ഒന്നും ഒരു വഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പഠിപ്പിച്ച ജപമാല പ്രാർത്ഥന അവളുടെ കരങ്ങളിൽ, അതായിരുന്നു അവളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, എൻ്റെ അമ്മ പഠിപ്പിച്ച ജപമാല. അപ്പോൾ ആ ജപമാല മണികൾ അവൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായി. അവൾ തിരിച്ചു വന്നു എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തപ്പം. എന്നിട്ട് ഒരു മാസം എൻ്റെ ഒപ്പം നിന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ, അപ്പം ഞാൻ ഉടമ്പടി ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രാർത്ഥന മുഴുവൻ അവൾ കണ്ടു. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ അവൾ ജപമാല മണി തുടങ്ങി. ആദ്യമായിട്ട് 13 വർഷം കഴിഞ്ഞു പോയൊരു കുഞ്ഞിന് ജപമാല മറക്കാതെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ജപമാല ചെല്ലാൻ ദൈവം അനുവദിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഡോക്ടർ എന്ന നിലയ്ക്ക് സയൻസ് ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. 13 ഇയേഴ്സ് കഴിഞ്ഞാലും ഒരാൾ ആ ജപമാല, ഒരു ഹിന്ദു ആൻഡ് ഓൾസോ ഷീസ് എ തമിലിയൻ, അങ്ങനെ ഒരു കൊച്ച് 13 വർഷം മലയാളമേ സംസാരിക്കാതെ തിരിച്ചു വന്ന ജപമാല മണികൾ പറയാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും എന്താ പറയുക, കർത്താവിൻ്റെ വലിയ ദാനമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഇവളുടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു പോവുകയാണ്, നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നന്ദിയുണ്ട് എന്നെ ഒരു മാസം എൻ്റെ ചേച്ചിയുടെ ഒപ്പം വന്ന് നിൽക്കാൻ പറ്റണേന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയും ഈശോയും ഉണ്ട്, അല്ലാണ്ട് വേറെ സമ്പത്തായിട്ട് എനിക്കില്ല. എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് 4 ലോക്കറ്റ്, അവൾക്ക് വീടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 കോണുകളിലും വീടിൻ്റെ വെക്കാനായിട്ട് 4 ലോക്കറ്റ്, നിൻ്റെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനം പ്രസാദപര മാതാവിൻ്റെ ലോക്കറ്റ് 4 കൊടുക്കുന്നു. അതല്ലാതെ എനിക്ക് ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ അവളുടെ കയ്യിലില്ല. അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രം ഒക്ടോബർ മാസത്തിൽ 2024 എല്ലാ വർഷവും നമുക്ക് മാതാവിൻ്റെ ഫോട്ടോ ഉള്ളതാണ്. ഒക്ടോബർ മാസത്തിൽ ജപമാല റാലി ഉള്ളത് കൊണ്ടുള്ള ഫോട്ടോ ഉള്ള പത്രത്തിൻ്റെ ആദ്യ പേജ് ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അപ്പോഴും ഇവളുടെ വീടിൻ്റെ സിറ്റുവേഷനോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും എന്നോട് ഇതുവരെ പറയാതെ എന്നെ കാണാൻ വേണ്ടി മാത്രം. സ്നേഹത്തിന് ഭയങ്കര അർത്ഥമുണ്ടെന്ന് ദൈവം ഇന്നും നമ്മുടെ വചനത്തിലൂടെ പറഞ്ഞു. ദൈവം സ്നേഹമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതിർത്തി വിട്ട സ്നേഹത്തിലും ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹബന്ധങ്ങളിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ. അവിടെ വ്യക്തികളുടെ സ്റ്റാൻഡേർഡോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവം സ്നേഹമാണ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോയി ഉപ്പും കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ പോയി അവളുടെ ചുമര് പിന്നീടാണ് അറിയുന്നത്, അവൾക്ക് ചുമരൊക്കെ വളരെ ചെറിയൊരു ചുമര് മാത്രമേ ഉള്ളൂ. ആ ചുമരുമേൽ അവൾ നമ്മുടെ മാതാവിനെ, കൃപാസനം പ്രസാദപര മാതാവിനെ വെച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവളവിടെ ലോക്കറ്റ് വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള കൊച്ചു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോൾക്ക് എന്നെ സഹായിക്കാൻ വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ
അപ്പോഴും വീടിനെ കുറിച്ചൊന്നും അവൾ പറയുന്നില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുമക്കളെയൊക്കെ മദർ ഇൻ ലോൻ്റെ അടുത്ത് ആക്കി, ഭർത്താവുണ്ട്, 3 മക്കളും ഉണ്ട് അവൾക്ക്. അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ആക്കിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൾ തിരിച്ചു വന്നത്. അപ്പോഴും അവൾ അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല. അതാണ് അവളുടെ ആ ഭംഗി, ആ മനസ്സിൻ്റെ സൗന്ദര്യവും. ഇപ്പോൾ ഈ ലോകത്തെ എല്ലാം ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അവളൊരു എക്സാമ്പിളാണ്. അവൾ പരിശുദ്ധ അമ്മയുടെ മകളായിരിക്കണം, ആയിത്തീരണം എന്നെനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവൾ തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജൂലൈ 26-ാം തീയതി എനിക്ക് തോന്നുകയാണ് ഇവളുടെ വീടൊന്ന് കാണണം. അപ്പോൾ ഇവൾക്ക് വീഡിയോ ഒന്നുമില്ല, വീഡിയോനുള്ള ഫോണൊന്നുമല്ല, ടച്ച് ഫോണാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടിലൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഈ വീടിൻ്റെ വീഡിയോ ആണ്, ഫോട്ടോ പോലുമല്ല, വീഡിയോ എടുത്തു എനിക്ക് അയച്ചു. അത് കണ്ടപ്പോഴെനിക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഒരു സ്ത്രീ 2 കുഞ്ഞുമക്കളുമായിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന കോരി ചൊരിയുന്ന ഒരു വീട്ടിൽ 2 സൈഡിലും വാതിലുകളില്ലാതെ ഒരു വ്യക്തി ജീവിക്കുകയാണ്. എന്നിട്ടും ആ കുറവുകൾ പറയുന്നില്ല. എന്നിട്ട് അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, അടച്ചുറപ്പുള്ള മുറി ഉള്ള ഒരു ഭവനം ഒരു സ്ത്രീക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികൾക്ക്. അതെൻ്റെ അമ്മ കൊടുക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു അവിടെ വെച്ച്. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ വിചാരിച്ചിട്ട് പോലുമില്ല ആ ഭവനം. അത് ഒരിക്കലും പരിശുദ്ധ അമ്മ അത് നടത്തി. 3 മാസം, ഉടമ്പടിയുടെ 3 മാസത്തിൻ്റെ ടൈം തന്നെയാണ്. അതിൽ അമ്മയുടെ സിഗ്നേച്ചറുണ്ട്. സെപ്റ്റംബർ 3 മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അവൾക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മ നൽകി കൊടുത്തു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. അത് ബാക്കി അവൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പറയും. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ആ ഭവനത്തിൽ അവൾ പാല് കാച്ചാൻ പോവുകയാണ് പൊങ്കലിനെ. ഇപ്പോൾ പോകുമ്പോൾ തിരിച്ചു വരില്ല, അത് അമ്മേൻ്റെ കരങ്ങളിലാണ് വരുന്ന കാര്യമൊക്കെ. കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പൊങ്കലിന് പോണേങ്കാട്ടി മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ അവൾ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും ഈശോയെ മഹത്വപ്പെടുത്താനും ദൈവം ഇവിടെ തിരഞ്ഞെടുത്ത ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവളുടെ കുഞ്ഞുമക്കളിൽ ഒരാൾ ഇപ്പോൾ പറയുന്നത് മാതാവിൻ്റെ ഉപ്പ് വേണമെന്നാണ്. അതുപോലെ തന്നെ അവൻ തന്നെ അവിടുത്തെ എല്ലാവരുടെ അടുത്തും പറയാം മാതാവിൻ്റെ ഉപ്പ്. അവിടെ മേരിയമ്മ എന്നാണ് പറയുന്നത്. മേരിയമ്മയുടെ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും മാറും, നമുക്ക് വീട് കിട്ടും. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം മേരിയമ്മയുടെ ഉപ്പാണ് അവിടെ ചോദിച്ചു വാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കൃപാസനത്തിലെ മാതാവ് ഒരു ചെറിയ ഒരു വില്ലേജിലോട്ട് പോയിട്ട് അവിടെ നടത്തിയ അത്ഭുതമാണിത് പറയുന്നത്. വേറെ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയ്ക്ക് ദർ ആർ നോ ബൗണ്ടറീസ് ഇല്ല. ദേശം താണ്ടി ഓരോ ചെറിയ വില്ലേജസിലേക്കും എത്തിപ്പെട്ട് അവരുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒരു യേശുവിനെ എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ കുഞ്ഞിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ഈശോയും അവിടെ എത്തിക്കുവാൻ അവളും ഇനി അതിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവളെ ശക്തീകരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ പ്രസൻസാണ്. പലതവണ ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ഞാൻ നവംബറിൽ സൗദിയിൽ പോയേക്കായിരുന്നു, ഹസ്ബൻഡ് അവിടെയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ 8-ാം തീയതി 2025 റെയിൻബോ കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 13 എനിക്ക് അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണം. കുറേ നാളെ എൻ്റെ അമ്മേനെ കാണും, എനിക്ക് മഴവില്ലായിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ എങ്ങനെയാണ് മഴവില്ല് വരുന്നത്? മരുഭൂമിയിൽ മഴവില്ല് വരാൻ സാധിക്കില്ലല്ലോ. അപ്പം ഞാനിവിടെ ഒരു ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. സിന്ധുവിൻ്റെയും മക്കളുടെയും സാക്ഷ്യത്തിൽ ആ കുട്ടിയും കുവൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആ കുട്ടിക്കും ഈ മാതാവിൻ്റെ സാന്നിധ്യം റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വരുമായിരുന്നു. മരുഭൂമിയിൽ നമുക്ക് മഴവില്ല് പോലെ വരാനുള്ള വെള്ളമില്ലല്ലോ. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വന്നിരുന്നു. ഒരു ദിവസം ഞാനും ഹസ്ബൻഡും ഞങ്ങൾ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ആ വ്യത്യാസം അനുഭവിക്കാൻ അറിയാം. പ്രാർത്ഥനയിലും ഉടമ്പടിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന സൗദിയിലില്ല, പക്ഷെ എന്നും ഞാൻ ഓൺലൈനിലേ കാണാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷൻ. അപ്പോൾ എന്നും കുർബാന ഓൺലൈനിൽ കണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മ ഈശോയെ എത്തിക്കാനുള്ള ആ ഒരു മിഷൻ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അത് എനിക്ക് പറ്റുന്നത്ര ആത്മാർത്ഥയോടെ ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കണേ. ഇനിയും എനിക്ക് അമ്മയുടെ മിഷൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അനുഗ്രഹവും ഭാഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാനൊരു ദിവസം പുറത്തേക്ക് പോയപ്പം എനിക്ക് അവിടെ സൗദിയിൽ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ മഴവില്ലിൻ്റെ പ്രസൻസാണ് അവിടെ, റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സാധിക്കും? അമ്മ എവിടെയുണ്ട്? ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെ കൂടെയും മരുഭൂമിയിലായാലും ഈ ഭൂമിയിലെ ഏത് അതിർത്തിയിലാണെങ്കിലും അമ്മയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കും.
പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ കുഞ്ഞിന് തന്നെ ഈ വെളിച്ചെണ്ണ വീണിട്ട് കയ്യിൽ ഇങ്ങനെ കുമിള പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചൊറിച്ചിലും വേദനയായിരുന്നു. മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ എരിയുന്ന അനുഭവമാണ്. ഇവൾക്ക് തണുക്കുന്ന അനുഭവം. അത് അവൾ തന്നെ അത് പറയും. പിന്നെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൾ നന്ദി പറയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഇതിൽ കാണുന്ന ഒരു കാര്യം സങ്കീർത്തനം 145:16 അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ദൈവത്തിനെ ഒരുപാട് മഹത്വപ്പെടുത്തി ഈ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ കൂടെയുള്ള കൊച്ചു സാറുള്ള അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും. അറിയില്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കണത്. വീട് കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് മാതാവിൻ്റെ അടുത്ത്. ഞാൻ വീടില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അമ്മ, നിനക്ക് ഞാനത് തരുന്നു, നീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോക്കോ, ഉപ്പിടുന്നു പറഞ്ഞു. ചേച്ചി തന്നപ്പോൾ ഞാൻ വെറുതെയാണ് അത് കൊണ്ടുപോയത്. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ 4 ലോക്കറ്റ് 4 മൂലയിൽ വെച്ചിട്ട് ഉപ്പിട്ടു. പ്രാർത്ഥിച്ചൊന്നുമില്ല, വെറുതെ ഇട്ടത്. ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വന്നു. ചേച്ചി പറഞ്ഞു, ആദ്യമായിട്ട് വരുമ്പോൾ ഈ അമ്മയുടെ ഫോട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കയറാൻ. ആ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും തന്നു. ഒരു ചെറിയ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ് തന്നേക്കണം. അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഉടമ്പടിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി 2 പ്രാവശ്യം പ്രാർത്ഥിക്കും, കാലത്തും വൈകിട്ടും. ചേച്ചി ഓരോന്ന് പറയും എന്നോട് ഉടമ്പടിനെ കുറിച്ച്, പക്ഷെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തും കിട്ടും, എൻ്റെ അമ്മനെ എനിക്ക് തരുമെന്ന് പറഞ്ഞ് ആ അമ്മനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ച് ഞാൻ വെച്ചത്. പക്ഷേ എനിക്ക് ആ അമ്മ എന്ന ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞാൻ 13 വർഷം കഴിച്ചിട്ടാണ് ചേച്ചിനെ തിരിച്ച് കണ്ടത്. എൻ്റെ മോന് വയ്യാണ്ടായപ്പോൾ ഇവരെക്കുറിച്ച് നമ്പർ ഒന്നും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിയുടെ മുമ്പ് ഇവരുടെ ആൻറ്റിയുടെ നമ്പർ തന്ന് പിന്നെയാണ് ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്ത്. 13 വർഷം കഴിച്ച് ഞാൻ തിരിച്ചിവിടെ വന്ന് 13 വർഷം ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് എനിക്ക് ഈ 2025 തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ വീട്. എൻ്റെ കൈ കൊപ്പിൽ ഇതായപ്പോൾ ഭയങ്കരമായിട്ട് ചോറിഞ്ഞോണ്ടിരിക്കുകയാണ്. ചേച്ചി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ചോറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചേച്ചി ചോദിച്ചു, എന്താണ് ഈ ചോറിഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആയി ചേച്ചിന്ന്. ഉപ്പിട്ടിട്ട് ചേച്ചി മാതാവിൻ്റെ എന്നെ ഉപ്പിട്ട് തന്നിട്ട് ഞാൻ ഇരുന്നപ്പോൾ ചേച്ചിയൊക്കെ എന്താണ് എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ തണുത്ത പോയിരുന്നത്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഞാൻ മാതാവിനും കൊണ്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. ആദ്യം ഞാൻ ഒരു ചെറിയ പത്രത്തിലുള്ള ഫോട്ടോ മാത്രമാണ് കൊണ്ടുപോയത്. ഇന്ന് ഞാൻ മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ കൊണ്ട് എൻ്റെ വീട്ടിൽ പോകണത്. ഞാൻ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ഈശോനും മാതാവിനും. ഒരു കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മാതാവിൻ്റെ വലിയൊരു സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ നിൽക്കുവാൻ സാധിച്ചതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിത. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റിൽ സെറ്റിൽഡാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് നടന്ന വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായി ഓൺലൈനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് എൻ്റെ പപ്പയാണ്. അതിൽ നിന്ന് പ്രചോദനം നേടിയാണ് എൻ്റെ മമ്മിയും ഞാനും ഒക്കെ ഉടമ്പടി എടുക്കുന്നത്. 2021 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്തെന്നാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. പക്ഷേ എവിടേക്ക് പോകണമെന്ന് ഏത് സ്ഥലം ചൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുന്നിലും മാതാവിൻ്റെ മുന്നിലും സമർപ്പിച്ചു. ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് അപേക്ഷിച്ചു. ഞാൻ അവിടെ ചെന്നു. ഗോൾഡ് കോസ്റ്റാണ് എനിക്ക് കിട്ടിയ ജോലി. വളരെ മനോഹരമായ സ്ഥലം, വളരെ നല്ല ജോലി, എല്ലാം വളരെ സെറ്റിൽഡ് ആയിരുന്നു. പെട്ടെന്ന് കോവിഡ് ഹിറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോഴത്തേനും വീടുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുകയും ആ സമയം ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു, 2ാമത്തെ ബേബിയുടെ. അപ്പം മെറ്റേണിറ്റി ലീവിലാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ സാലറിയുടെ ഹാഫ് സാലറി ആയിരിക്കും നമ്മുടെ മെറ്റേണിറ്റി ലീവ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ലോൺ കിട്ടില്ല.
അപ്പോഴത്തേനും കോവിഡ് കഴിയുമ്പോഴത്തേനും എനിക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ വീടിൻ്റെ വില പോകും. അപ്പോഴത്തേനും ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം എനിക്ക് അവിടുന്ന് പോകണ്ട, എൻ്റെ ജോലി വളരെ നല്ലതാണ്, ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തിരി എനിക്ക് കംഫർട്ടബിളാണ്, ആ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ക്ലൈമറ്റ് വൈസ് എല്ലാം ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മമ്മിയുടെ വേർഡിങ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു. മമ്മി പറഞ്ഞു, എൻ്റെ പേരിൽ മാതാവേ, എൻ്റെ മകളുടെ പേരിൽ നീ അവിടെ ഒരു ഭവനം പണിയണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ അവളുടെ പേരിൽ ഒരു ഭവനം അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് ഓപ്പൺ ഹൗസൊക്കെ കണ്ടു. ഞങ്ങൾക്ക് പ്രൈസ് കൊണ്ട് ഒന്നും ശരിയാവാതെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരു വീട് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ആ സ്ട്രീറ്റിൻ്റെ പേര് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ശ്രദ്ധിച്ചു. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ പേര് എസ് ടിൻസൺ എന്നാണ്. എൻ്റെ പേര് ഷിത എന്നും ഹസ്ബൻഡിൻ്റെ പേര് ടിൻസൺ എന്നുമാണ്. അപ്പോൾ മാതാവിനോട് എന്താണ് ചോദിച്ചത്? മമ്മി ചോദിച്ചത് എൻ്റെ മകളുടെ അവരുടെ പേരിൽ നീ അവൾക്ക് അവിടെ ഒരു ഭവനം കൊടുക്കണമെന്നാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എസ് ടിൻസണിലാണ്. അവിടെയാണ് ഞങ്ങൾ ആ ഭവനം വാങ്ങുകയും ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിന് അവർ സമ്മതിക്കുകയും അവരിങ്ങോട്ട് പറഞ്ഞ് ഇത്ര $3 കുറച്ച് തരാമെന്ന് പറയുകയും വളരെ ഭംഗിയുള്ള ഒരു ഭവനം ഞങ്ങൾക്ക് അവിടെ വാങ്ങുവാനും സാധിച്ചു. ആദ്യം പോയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മെറിറ്റിൽ എനിക്ക് വീട് വാങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ ഈ ഭവനം എനിക്ക് ലഭിച്ചത് ഞങ്ങളുടെ മെറിറ്റിലല്ല. ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ ഗ്രേസ്. അതിലാണ് ഞങ്ങൾക്ക് ആ ഭവനം കിട്ടിയത്. ആ ഭവനത്തിൽ ഞങ്ങൾ വലിയൊരു കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എപ്പോഴും മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ ഭവനത്തിൽ എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് ഒരുപാട് മാതാവിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ആ ഭവനത്തിൽ ഒരുപാട് ലഭിച്ചു. രണ്ടാമത്തെ വലിയ സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്കൊരു വേർട്ടിഗോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ ഇങ്ങനെ വീണ് കിടക്കുക. അപ്പോൾ എഴുന്നേറ്റിരിക്കാൻ ഞാൻ ബോധമില്ലായിരുന്നു. പെട്ടെന്ന് കിടത്തി. ഭയങ്കര വോമിറ്റിംഗ് ആണ്, ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്പിന്നിങ് ആണ്, വോമിറ്റ് ചെയ്യും. പെട്ടെന്ന് ഡോക്ടർ ED കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ആണ്. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു. 3-4 മാസം അങ്ങനെ തന്നെയായിരുന്നു. ഹസ്ബൻഡിന് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് ഒരു നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നിൻ്റെ ജോലി ചിലപ്പോൾ നിനക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നീ മാറേണ്ടി വരും. പിന്നെ ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ഭയങ്കര വിഷമിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഹസ്ബൻഡ് വെരി നെക്സ്റ്റ് ഡേയിലേക്ക് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. വീട്ടിലൊന്നും പോയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു മാതാവിനെ കണ്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി. വീട്ടിലൊന്നും പോയില്ല, കൊച്ചി താമസിച്ച് തിരിച്ച് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയി. ഞാൻ എൻ്റെ തലയിറക്കത്തിൻ്റെ കാര്യം മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ തലയിറക്കമായിട്ടല്ലേ പോയത്, എന്നിട്ട് നിനക്ക് തലയിറക്കം ഇല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് പോയി എന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ഒരു തലയിറക്കം ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതിന് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു കൊളീഗ്, പുള്ളിക്കാരത്തേക്ക് ഇതുപോലെ വേർട്ടിഗോ ഉണ്ട്, ഇംഗ്ലീഷുകാരിയാണ്. പുള്ളിക്കാരത്തി എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്, വലിയ ട്രീറ്റ്മെൻറ്റ്സ്, ഒത്തിരി ഹോസ്പിറ്റൽസിൽ പോകുന്നു, ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ ഓരോ നിമിഷം ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. ആ വിഷമം കാണുമ്പോൾ ഞാൻ ആലോചിക്കും, മാതാവ് എന്തൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഞാൻ തിരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു കോടും കൂടാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിന് 1000 നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ളൊരു സാക്ഷ്യം എന്ന് വെച്ചാൽ 2024 ഡിസംബറിൽ എൻ്റെ തൈറോയിഡിലൊരു നോഡ്യൂള് കണ്ടു. അപ്പം നോഡ്യൂള് ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇച്ചിരി വലുതാണ്, നമുക്ക് FNAC ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം ഞാൻ ഉടമ്പടിയിലൊക്കെ ഉള്ളതല്ലേ, മാതാവ് എന്നെ കാത്തോളും, ഷുവറായിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ FNAC ചെയ്തു.
റിപ്പോർട്ട് വന്നു, സാധാരണേനേക്കാളും ബിഗാണ്. അപ്പോഴത്തേനും പറഞ്ഞു ഇത് ക്യാൻസറസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി. ഞാനൊരു മാതിരി മരവിച്ചു പോയി. ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചു. ഞാനിങ്ങനെ സ്റ്റേണായിട്ട് അല്ല ഭയങ്കരമായിട്ടും നിന്നുപോയി. എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്, ഞാൻ എന്ത് ചെയ്യും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളെല്ലാം വന്നു. പിന്നെ മാതാവിനെ അങ്ങ് മനസ്സിലേക്ക് ധ്യാനിച്ചു. അത് കഴിഞ്ഞ് മമ്മിയെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്ന് മമ്മി പ്രാർത്ഥിച്ചു, എൻ്റെ ഫോട്ടോ കാണിച്ചു. അച്ഛൻ ഫോട്ടോയിൽ തൊട്ട് എന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് സർജറിക്ക് പോകാൻ പറഞ്ഞു. സർജറി ചെയ്യൂ, ഒരു പ്രശ്നമില്ലാതെ അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2025 ഈ വർഷം, ഇപ്പോൾ ഒരു വർഷമാവുന്നു, എൻ്റെ ഹെമി തൈറോയിഡക്ടമി ഫിനിഷായി. ബയോപ്സിക്ക് വിട്ടു, ഒരു പ്രശ്നമില്ല, ക്ലിയർ ആയിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു നിനക്ക് ഒരു പ്രശ്നമില്ല, ഇനി ഒരു ടാബ്ലറ്റ്സും എടുക്കണ്ട. നോർമലി ഹെമി എന്തെങ്കിലും വന്നാൽ ഇനി നമുക്ക് തൈറോക്സിൻ എടുക്കേണ്ടി വരും. അപ്പം ഇതുവരെ ഞാൻ ഒരു ടാബ്ലറ്റ്സും എടുത്തിട്ടില്ല, ഒരു പ്രശ്നമില്ല. എന്നെ പൂർണ്ണ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ദൈവമേ എന്നെ നീ ഉയർത്തണമേ, വീണ്ടും പറക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും വളരെ ആർജവത്തോടെ ഞാൻ തിരിച്ചു വന്നു. അതുകൂടാതെ ഒരു ടാബ്ലറ്റ്സും എടുത്തില്ല. അതിന് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 3 സാക്ഷ്യം. കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ ഒരുപാട് അനവധി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യനിഷ്ഠതയോടുകൂടിയുള്ളൊരു ജീവിതം എനിക്ക് പ്രാപിക്കാൻ സാധിച്ചു. 5:30 എഴുന്നേൽക്കുകയും ഉടമ്പടി പ്രാർത്ഥിക്കുകയും 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന്. അത് പിന്നെ ഇപ്പോഴാണ് തിരിച്ച് വരുന്നത് ഉടമ്പടിക്കായിട്ട്. പക്ഷേ അത് കൃത്യമായിട്ടും ഓൺലൈനിൽ ഉടമ്പടി പുതുക്കുകയും അത് കൃത്യമായിട്ട് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ബൈബിൾ ഏകദേശം ഒരു പ്രാവശ്യം ഫുള്ള് വായിച്ച് തീർക്കാൻ പറ്റി. ഒരുപാട് ദൈവത്തെ അറിയാനും ആഴത്തിൽ അറിയാനും. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിട്ടാണ് എടുത്തത്. പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിയോഗങ്ങൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു എയിം മാറിപ്പോയി. ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങളൊന്നും ദൈവമേ നിനക്കെന്നെ അറിയാം, മാതാവേ അങ്ങയുടെ ഇതം പോലെ എന്നെ നടത്തണമേ എന്ന് മാത്രമേ പറയാറുള്ളൂ. അത് ഉടമ്പടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബലവും എന്നെ നയിക്കാൻ, എന്നെ നേർവഴിക്ക് നയിക്കാനുള്ളൊരു ശക്തിയുമായിട്ടത് മാറി. എന്നെ പൂർണ്ണമായി അത് രൂപീകരിച്ചു എന്ന് വേണേൽ പറയാം. ഞാൻ ഒരുപാട് താന്നു, ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഭയങ്കര എപ്പോഴും മൂഡ് സ്വിങ്സ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാനും എല്ലാ കാര്യവും നന്നായി ചെയ്യുവാനും പറ്റി. ഇതെല്ലാം ഉടമ്പടി കാരണമാണ്. കൂടാതെ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. എൻ്റെ ഹസ്ബൻഡും ഞാനും കൊന്ത ചൊല്ലാൻ ഞാൻ നേരത്തെ കൊന്ത ചൊല്ലും. ഞാൻ കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാം. ഹസ്ബൻഡ് കൊന്ത ചൊല്ലാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചൊല്ലും. ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും. ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾ വിചാരിക്കാത്ത ഒരു അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് അത് എത്തിച്ചെന്നത്. ഞങ്ങൾ ചില ദിവസം 2 മണിക്ക് എഴുന്നേറ്റ് 6:30 ആകുമ്പോൾ ഫിനിഷ് ചെയ്യും. ചില ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ വൈകുന്നേരം 8 മണിക്ക് ഇരുന്ന രാത്രി 1 മണി അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്യും. ഞങ്ങൾ കൊച്ചു പിള്ളേർ ഞങ്ങളുടെ പ്രയർ റൂമിൽ കിടന്നുറങ്ങും. അവർക്കും അറിയാം. അതുപോലെ അത് വളരെ അഖണ്ഡ ജപമാല ഞങ്ങളുടെ കുടുംബജീവിതം വളരെയധികം ശുദ്ധീകരിച്ചു. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് സൺഡേ ചർച്ചിൽ അവിടെ ഒരു ബോക്സ് ഉണ്ട്. അവിടെ കൃത്യമായിട്ട് കുറേ കൊച്ചു പിള്ളേർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അപ്പം അവിടെ കൃത്യമായിട്ട് ഫുഡ് കൊണ്ടുപോയി വെക്കും. പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃത്യമായിട്ട് ഫുഡ് കൊടുക്കും. കൂടാതെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും കൂടാതെ രോഗികളെയും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചു. കൂടാതെ ഒരു ആൾക്കാർക്ക് വീട് വെക്കാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ ദൈവം കൃപ തന്നു. കൂടാതെ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കൃപകളും